ഡോക്ടർ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഉറക്കത്തിന് എണീച്ചപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്തായി അതികഠിനമായ വേദന അനുഭവപ്പെട്ടു. ഈ വേദന കയ്യിലോട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. കൈയൊന്ന് ഉയർത്തി വയ്ക്കുമ്പോൾ മാത്രമായിരുന്നു കുറച്ചൊരു കുറവുണ്ടായിരുന്നത്. ഈ വേദന കാരണം എനിക്ക് എൻ്റെ ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇവിടെ എൻ്റെ ഉറക്കം വരെ എഫക്റ്റഡ് ആയിരുന്നു. നമസ്കാരം, വെൽക്കം ടു സ്പൈൻ ഫോക്കസ്. നമ്മൾ ഇപ്പോൾ കേട്ടത് കഴുത്തിൽ ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള രോഗികൾ പ്രസന്റ് ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംറ്റംസിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് കഴുത്തിലെ ഡിസ്ക് പ്രൊലാപ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. നമ്മുടെ കഴുത്തിൽ 7 ചെറിയ കശേരുക്കളുണ്ട്. ഈ എല്ലുകളുടെ ഇടയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ജെല്ലി പോലത്തെ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയുന്നത്. ഈ ഡിസ്കുകൾ കഴുത്തില് ഷോക്ക് അബ്സോർബേഴ്സ് ആയിട്ടാണ് പ്രവർത്തിക്കാറ്. ഈ ഡിസ്കുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കഴുത്തിലെ മൂവ്മെന്റ്സ് ഫ്രീ ആയിട്ട് നടക്കുന്നതും നമ്മുടെ കഴുത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി ഉള്ളതും. ഓരോ ഡിസ്കിനും അതിന് ചുറ്റും ഒരു കവറിംഗ് ഉണ്ട്. ഈ കവറിങ്ങിനെ നമ്മൾ ആനലസ് ഫൈബ്രോസിസ് എന്നാണ് പറയുക. ഇതുകൂടാതെ ഈ കവറിങ്ങിന്റെ ഉള്ളിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ജെല്ലി പോലത്തെ മെറ്റീരിയലിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് പൾപ്പോസിസ് എന്ന് പറയുന്നത്. പലപ്പോഴും തേയ്മാനത്തിന്റെ ഭാഗമായിട്ട് ഈ ഡിസ്കിലുള്ള പുറമെയുള്ള കവറിങ്ങിൽ ചെറിയ വിള്ളൽ വരികയും അതിൻ്റെ ഉള്ളിലുള്ള ജെല്ലി പോലത്തെ മെറ്റീരിയൽ പുറത്തു വരികയും കഴുത്തിലുള്ള നാഡീഞരമ്പുകൾക്ക് അമർച്ച വരാനുള്ള സാധ്യതയുണ്ട്. ഈ കണ്ടീഷനെയാണ് നമ്മൾ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. ഈ പുറമേ വരുന്ന ഡിസ്ക് എവിടെയാണ് അമർച്ച ഉണ്ടാക്കുന്നത് എന്നതിനെ അനുസരിച്ചിട്ടാണ് അതിന്റെ ലക്ഷണങ്ങൾ മാറുക. ഇപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് ഞരമ്പുകൾക്ക് അമർച്ച വരുന്നില്ല എങ്കിൽ അത് കഴുത്തിന്റെ പുറകിലായിട്ട് വേദന മാത്രമായിട്ടാണ് അനുഭവപ്പെടാറ്. ഈ പുറമേ വരുന്ന ഡിസ്ക് നമ്മുടെ കയ്യിലേക്ക് പോകുന്ന ഞരമ്പുകൾക്ക് അമർച്ച വരുവാണെങ്കിൽ കഴുത്തിൽ നിന്നും കയ്യിലേക്ക് ശക്തമായിട്ടുള്ള വേദന ഇറങ്ങി വരികയും കയ്യിൽ മരവിപ്പും തരിപ്പും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ കയ്യിൽ ബലക്കുറവും അനുഭവപ്പെടാം. ഈ പുറമേക്ക് വരുന്ന ഡിസ്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നാഡീഞരമ്പ്, അതായത് സ്പൈനൽ കോർഡിൽ അമർച്ച വരികയാണെങ്കിൽ സ്പൈനൽ കോർഡിൽ അമർച്ച വരുന്നതിന്റെ ലക്ഷണങ്ങൾ രോഗിക്ക് അനുഭവപ്പെടാം. അതായത് കൈകാലുകൾക്കുള്ള തളർച്ച, നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുക, കയ്യിൽ നിന്ന് സാധനങ്ങൾ അറിയാതെ വീണു പോവുക, ഇപ്പൊ ബട്ടൺസ് ഒക്കെ ഇടാനായിട്ട് പ്രയാസം തോന്നുക. നിങ്ങൾക്ക് ഇതുപോലെ കഴുത്ത് വേദനയും കഴുത്തിൽ നിന്നും കയ്യിലേക്ക് ഇതുപോലെ വേദന ഇറങ്ങി വരികയോ കയ്യിൽ ബലക്കുറവോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അടുത്തുള്ള സ്പൈൻ്റെ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സ്പൈൻ്റെ സർജനെ പോയിട്ട് കാണേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനത്തെ സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എക്സ്റേസും MRIയും ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. എക്സ്റേ ചെയ്ത് നോക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മുടെ കഴുത്തിലെ സാധാരണയുള്ള വളവ്, അതായത് നമ്മുടെ കഴുത്തിലുള്ള സാധാരണയുള്ള അലൈൻമെന്റിൽ ചെറിയ വ്യത്യാസം, അതായത് സ്ട്രെയിറ്റനിങ് എന്ന് പറയും, അതാണ് സാധാരണയായിട്ട് ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള രോഗികളിൽ കാണാറുള്ളത്. അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഴുത്തിന് ചുറ്റുള്ള മസിലുകൾ സ്പാസത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. എക്സ്റേകളിൽ നമ്മൾ എല്ലുകൾ മാത്രമാണ് കാണുക. അതിൻ്റെ ഇടയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഡിസ്കുകളും അതുപോലെ തന്നെ നാഡീഞരമ്പുകളും നമുക്ക് എക്സ്റേയിൽ കാണാൻ സാധിക്കില്ല. അതിനു വേണ്ടിയിട്ട് നമുക്ക് MRI സ്കാൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. MRI സ്കാനിൽ നമുക്ക് ഡിസ്ക് പ്രൊലാപ്സ് കൺഫേം ചെയ്യാൻ സാധിക്കും. ഞരമ്പുകൾക്കുള്ള അമർച്ച എത്രത്തോളം ഉണ്ട് എന്നുള്ളതും MRI വഴി കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൂടാതെ ഞരമ്പിന്റെ അമർച്ച സ്പൈനൽ കോർഡിലാണോ അതോ അതിന് ചുറ്റുമുള്ള ഞരമ്പുകൾക്കാണോ എന്നുള്ളതും തിരിച്ചറിയാൻ സാധിക്കും. ഒരു 80 തൊട്ട് 85% രോഗികളിലും പെട്ടെന്നുണ്ടാവുന്ന ഈ കഴുത്തിലെ ഡിസ്ക് പ്രൊലാപ്സ് അഥവാ അക്യൂട്ട് ഡിസ്ക് പ്രൊലാപ്സ് എന്നുള്ള കണ്ടീഷൻ നമ്മൾ മരുന്നുകൾ കൊണ്ടും വ്യായാമം കൊണ്ടും റെസ്റ്റ് എടുക്കുന്നത് വഴിയും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും. കഴുത്തിലുണ്ടാകുന്ന ഈ ഡിസ്ക് പ്രൊലാപ്സിന്റെ മെഡിക്കൽ മാനേജ്മെന്റിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം.